ദൃശ്യം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതാ അടുത്ത 10 കറണ്ട് അഫെയറുമായിട്ട് വന്നിട്ടുണ്ട്. ഇതുവരെയുള്ള കറണ്ട് അഫെയറുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറൊരു വലിയ സന്തോഷം എനിക്ക് നിങ്ങളോട് പറയാണ്ട്, എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതോടൊപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എപ്പോഴെങ്കിലും നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും നന്നായി ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും ലൈഫിൽ നടക്കും. അപ്പൊ നിങ്ങൾ PSC ആണല്ലേ ഒരുപാട് ആഗ്രഹിക്കുന്ന, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള നല്ല പോസ്റ്റുകളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എഫേർട്ട് എടുത്താൽ ഉറപ്പായിട്ടും എന്താ ഉണ്ടാവുക, അത് നിങ്ങൾക്ക് കിട്ടും. ഫിസിക്സിലെ ഒരു ഇതില്ലേ, എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണോ ഞാൻ ഉദ്ദേശിച്ചത്? അല്ല ഗൈസ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറയുക, മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. അത് കേട്ടിട്ടില്ലേ? അതായത് ഒന്നും എന്താ പറയാ, നിർമ്മിക്കപ്പെടുന്നോ നശിപ്പിക്കപ്പെടുന്നോ ഇല്ല, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറ്റപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലെ? അതാണ് യൂണിവേഴ്സിന്റെ തിയറി. അതുപോലെ തന്നെയാണ് നമ്മൾ എടുക്കുന്ന എഫേർട്ടുകൾ ഒന്നും എവിടെയും നഷ്ടപ്പെട്ടു പോകില്ല. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾ ഏത് ഫോമിലാണോ ആഗ്രഹിക്കുന്നത് ആ ഫോമിൽ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും. അതിന് നിങ്ങൾക്ക് ആദ്യം വേണ്ടതും അവസാനം വേണ്ടതും എപ്പോഴും വേണ്ടതും ഒരേ ഒരു കാര്യമാണ്, അത് നന്നായി വിശ്വസിക്കുക, അതിനുവേണ്ടി നന്നായിട്ട് പ്രയത്നിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവരും റെഡിയാണ് അല്ലെ? എൻ്റെ ഈ പൊട്ട ഫിലോസഫിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത്തരം ഫിലോസഫിയിലൂടെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നിങ്ങളും വിശ്വസിക്കുക. നമുക്ക് ഒരുപാട് വിഷമങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഒരുപാട് സന്തോഷം നമുക്ക് അപ്പുറത്ത് എടുത്തു വെച്ചിട്ടാണ് ദൈവം നമ്മളെ അങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കറണ്ട് അഫെയറിലേക്ക് നമ്മൾ കടക്കാണ്. മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വയർലെസ് സംവിധാനമാണ് ന്യൂറാലിങ്ക്. ഓക്കെ, എന്താ സംഭവം? മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള വയർലെസ് സംവിധാനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ന്യൂറാലിങ്ക്. ഓക്കെ, ന്യൂറാലിങ്ക്. ക്ലിയർ ആയല്ലോ? സെക്കൻഡ് വൺ, ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യം. ചന്ദ്രനിലേക്കുള്ള അമേരിക്കയുടെ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയുടെ ദൗത്യമാണ് പെരഗ്രിൻ. എന്താ സംഭവം? പെരഗ്രിൻ. 50 വർഷത്തിനിടയിലെ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യമായിരുന്നു എന്നുകൂടി ഓർത്തുവെക്കാം. ഓക്കെ, തേർഡ് വൺ, എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ചരിത്രം കുറിച്ച ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള 4 വയസ്സുകാരിയാണ് സാറ. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ, 4 വയസ്സുകാരിയാണ് കേട്ടോ. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ചരിത്രം കുറിച്ച ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള 4 വയസ്സുകാരിയാണ് സാറ. സാറക്കുട്ടീനെ മറക്കരുത്. ഫോർത്ത് വൺ, UAE യുവജന കാര്യമന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരിയാണ് സുൽത്താൻ അൽ നെയ്ദി. സുൽത്താൻ അൽ നെയ്ദി ആരാടോ? UAE യുവജന കാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി. UAE യുവജനകാര്യ മന്ത്രിയായി നിയമിതനായ ബഹിരാകാശ സഞ്ചാരി ആരാണ്? സുൽത്താൻ അൽ നെയ്ദി. ക്ലിയർ? ഫിഫ്ത് വൺ, 2024 ജനുവരിയിൽ വിജയകരമായി ചന്ദ്രനിലിറങ്ങിയ ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുടെ പേടകമാണ് സ്ലിം. എന്താ സംഭവം? സ്ലിം. സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, സ്ലിം, സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ. 2024 ജനുവരിയിൽ വിജയകരമായി ചന്ദ്രനിലിറങ്ങിയ ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുടെ പേടകമാണ് സ്ലിം. ഓക്കെ, സിക്സ്ത് വൺ, ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷന്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപാദകരായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? ആപ്പിൾ ആണ്. അതൊന്നും തെറ്റുണ്ടാവില്ല അല്ലെ? ഇന്റർനാഷണൽ ഡാറ്റ കോർപ്പറേഷന്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഉൽപാദകരാരാണ്? ആപ്പിൾ. സെവൻത് വൺ, അടുത്തിടെ 2500 വർഷം, എത്രയാണ്? 2500 വർഷം പഴക്കമുള്ള
നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് ആമസോൺ കാടുകൾ. ക്ലിയർ ആയോ? അതായത് 2500 വർഷം പഴക്കമുള്ള നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശം അടുത്തിടെ കേട്ടോ. അതായത് 2024 ആമസോൺ കാടുകളാണ് അവിടെ നിന്നാണ് കണ്ടെത്തിയത്. 8th one 2024 ജനുവരിയിൽ ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് നമ്മുടെ മൈക്രോസോഫ്റ്റ്. ഓക്കെ, അപ്പൊ 2024 ജനുവരിയില് ആപ്പിളിനെ മറികടന്ന് ലോകത്തെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയായി മാറിയത് ആരാണ്? മൈക്രോസോഫ്റ്റ്. ക്ലിയർ? 9th one 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാടോ? 2024 ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് ലെവോഡോബി ലാക്കി. ഓക്കെ, മൗണ്ട് ലെവോഡോബി ലാക്കി. പഠിച്ചു വെക്കട്ടെ, എന്ത് ലാക്കി ആയാലും വേണ്ടില്ല, പഠിച്ചു വെക്കാം. എന്തെങ്കിലും ലാക്കി ഒക്കെ പഠിച്ചാൽ മതി അല്ലെ, അപ്പൊ കിട്ടിക്കോളും. മൗണ്ട് ലെവോഡോബി ലാക്കി എന്താ വായിക്കാന്ന് എനിക്കും അറിയില്ല കേട്ടോ. ആക്ച്വലി അതിന് അവരെന്താ പറയാന്നേ. ഓക്കെ, 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം, എന്ത് ഉപഗ്രഹമാണ്? ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ചൈന. ഓക്കെ, 2024 ജനുവരിയിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ചൈന. അപ്പൊ നമ്മുടെ 10 കറണ്ട് അഫെയർ നമ്മൾ വേൾഡുമായി റിലേറ്റ് ചെയ്തത് പഠിച്ചു കഴിഞ്ഞു. വേൾഡ് ആണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് കിടക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. എന്റെ വോയിസ് കേൾക്കാൻ രസമുണ്ടോന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് കിടക്കാം. അപ്പൊ നമുക്ക് എന്താവും, നമ്മൾ ഉറങ്ങാൻ നേരത്ത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സുകളൊക്കെ നമുക്ക് എപ്പോഴായാലും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അതിൽ ഒരു ഡൗട്ടും വേണ്ട. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് അങ്ങനെ പോയി തറഞ്ഞു കയറുകയാണ് ചെയ്യുക. നമ്മുടെ മൈൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് നമ്മളെ മൈൻഡിലേക്ക് കൊടുക്കുന്ന ഇൻപുട്സുകളെല്ലാം അവിടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി സ്റ്റോർ ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വിളിക്കാവുന്ന ഒരു മെമ്മറി ആയിട്ട് അത് അവിടെ കിടക്കും. നിങ്ങൾ റീകോൾ ചെയ്യുമ്പോൾ ഓടി വരും, ഞാൻ അതവിടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. തമാശയൊന്നുമല്ല കേട്ടോ, ശരിക്കുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ 10 കറണ്ട് അഫെയർ പഠിക്കുക. ആലോചിച്ചോക്ക്, വേൾഡിന്റെ കറണ്ട് അഫെയർ നമ്മളിതാ സെക്കൻഡ് ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലെ. അതുപോലെ തന്നെ കേരള റിലേറ്റഡ് ആയിട്ടും ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ക്ലാസ്സുകളാണെന്നാണ് ഞാൻ എന്റെ ക്ലാസ്സിനെ തന്നെ അവകാശപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേൾക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വന്നിട്ട് നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിലിടയ്ക്ക് കുറച്ച് ആളുകളൊക്കെ വീണ്ടും സബ്സ്ക്രിപ്ഷൻ വേണ്ടാന്നൊക്കെ വെക്കും. അപ്പൊ ഞാൻ വിചാരിക്കും ഗോഡ് എന്തായാലും ഇത് കുറച്ചും കൂടി നന്നായി ചെയ്യണം. അതായത് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ലേ, അപ്പൊ ഒന്നും കൂടി നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാല് എനിക്ക് അത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഇതിനൊരു ബേസിക് നോളജ് വേണ്ടേ ഇതിങ്ങനെ സെറ്റാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നുമില്ല, എനിക്ക് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ അറിയുള്ളൂ. അതാണ് എന്റെ പ്രശ്നം. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എനിക്ക് എല്ലാവരോടും നന്നായി പഠിക്കുക പറയാൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല വേറൊരു കാര്യം പറയുള്ളൂ, എല്ലാവർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു.